എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര ആര്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മിത്രയോട് ആര്യം പറഞ്ഞു, അതെ നീ കൂടുതൽ കിടന്ന് നെഗളിക്കൊന്നും വേണ്ട, എന്റെ അമ്മയാ വന്നിരിക്കുന്നു പറയാണ്. അതെ, ആര്യന്റെ അമ്മ മാത്രമല്ല എന്റെ അപ്പച്ചിയും കൂടെയാന്ന് പറയണം. പിന്നെ എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗോമതി വരുന്നത്. എന്താ എന്താ രണ്ടുപേരും കൂടി ഒരു വഴക്കാണോ? എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വഴക്കാണെന്ന് ചോദിക്കുക. ഏ, അങ്ങനൊന്നുമില്ല അപ്പച്ചി, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലാന്ന് പറയാ. പിന്നെ എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളം കേട്ടെ? ആര്യം പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്ത് സംസാരിച്ചോണ്ടിരിക്കുന്നെ? ചുമ്മാ ഓരോന്നേ. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതെ അപ്പച്ചി പോയി ബെഡേ കിടന്നോളാൻ പറയണം. ഏ, അവിടെ കിടക്കാനാ? അവിടെ ഞാൻ കിടക്കണില്ല, അവിടെ നിങ്ങൾ രണ്ടുപേരും കിടന്നോളാൻ പറയണം. അതൊന്നും സാരമില്ല അമ്മേ, അമ്മ അതേ മുറിയിൽ പോയി കിടന്നു എന്ന് പറയണം. ഏയ്, അത് ശരിയാകുന്ന കാര്യമല്ല. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ഞാൻ ആ സെറ്റിയിൽ അവിടെ ഇവിടെ ചുരുണ്ടുകൂടി കിടന്നോളാം. ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഇവളും കൂടെ അമ്മയോടൊപ്പം കിടന്നോട്ടെ എന്ന് പറയണം. ആര്? മിത്രയാ? അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. അമ്മ ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഓഹോ, അപ്പൊ നാളെ രാവിലെ എന്നോട് ഇവിടുന്ന് പോയിക്കോണം നീ പറയണല്ലേന്ന് ചോദിക്കാം. യൂഫ്, എന്റെ പൊന്നമ്മേ, അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ആര്യ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നാൽ മതി. ഞാനേ കട്ടില് തന്നെ കിടന്നോളാം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ എന്നാ അവിടെ കിടന്നോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരിനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് ഗോമതി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും മിത്ര പറഞ്ഞു, ശരി എന്നാ അപ്പച്ചി ഇവിടെ കിടന്നോളാൻ പറയാണ്. അങ്ങനെ അവിടെ കിടത്തി. പിന്നീട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ഹാളില് ആര്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിവിശാലമായിട്ടാണ് ആര്യം കിടക്കണേ. ആ സമയത്താണ് മിത്ര അങ്ങോട്ട് ചെല്ലുന്നത്. മിത്ര നോക്കിക്കഴിഞ്ഞാൽ മിത്രയ്ക്ക് കിടക്കാൻ സ്ഥലമില്ല. താഴെ ഷീറ്റ് വിരിച്ച് അത്തേലാ കിടക്കണേ. പെട്ടെന്ന് മിത്ര എന്നിട്ട് പറഞ്ഞു, അതെ സംസ്ഥാനങ്ങളും കൈയടക്കി കേന്ദ്രഭരണ പ്രദേശം മൊത്തം കൈയടക്കി ആളോ അങ്ങോട്ട് കിടപ്പ്, ഇത്തിരി അങ്ങോട്ട് നീങ്ങി കിടക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നു ആര്യന്. ആര്യം പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? ഹോ, ഈയിടെയായിട്ട് ഇച്ചിരി കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. സംസ്ഥാനങ്ങളെ കുറിച്ചും കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ചാന്ന് തോന്നല്ലോ എന്ന് പറയാണ്. അതെ, അതൊക്കെ തന്നെ ഞാൻ പഠിച്ചെന്ന് പറയാണ്. അതെ, അതൊന്നും എന്റെ അടുത്ത് ചെലവാകത്തില്ല, നീ അങ്ങോട്ട് നീ കിടന്നാൽ മതി എന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് ആനൊരു ഇച്ചിരി അങ്ങ് നീ കിടന്നു. പിന്നീട് മിത്രം അങ്ങോട്ട് കിടക്കുവാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ തട്ടാനും മുട്ടാനോ ഒന്നും വന്നേക്കല്ലെന്ന് പറയണം. തട്ടാനും മുട്ടാനോ? ഞാനാ? പിന്നെ വേറെ പണിയൊന്നുമില്ല. ചിലപ്പോ ഇങ്ങനെ അടുത്ത് കിടന്നു കഴിയുമ്പോഴത്തേനും കൈയും കാലും ഒക്കെ ചിലപ്പോൾ ഞാൻ എടുത്ത് ഇട്ടെന്ന് വരും എന്ന് പറഞ്ഞിട്ട് ആ കൈയും കാലും എടുത്ത് ദേഹത്തേക്ക് വെക്കണം. ദേ, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ശരീരത്തിൽ തൊടല്ലെന്ന് പറയാം. ഓഹോ, അപ്പൊ ആരിന് എന്നെ തൊടാ? എനിക്ക് എന്റെ ശരീരത്തോടെങ്ങനെ അനുവാദം വേണോ അല്ലേ എന്ന് പറയണം. ഞാൻ എപ്പോഴാ നിന്റെ ദേഹത്തോട്ടെ? ഓഹോ, തൊട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് അപ്പച്ചിനെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേനും എന്റെ കയ്യിലേക്ക് പിടിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പെട്ടെന്നാണ് ആരിന് ആ കാര്യം ഓർമ്മ വരുന്നത്. അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട്, ദേ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ താൻ പറഞ്ഞ്, അത് പിന്നെ സാഹചര്യം ആയിരുന്നല്ലോ. ഓ, അങ്ങനെയല്ലേ? കോടതി പറയുന്നുണ്ട് അനുമതി ഇല്ലാതെ ഏതൊരു പുരുഷനും സ്ത്രീയുടെ ദേഹത്ത് തൊടാൻ പാടില്ലെന്നുള്ള കാര്യം. അത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ കൂടി. ഇത് കേട്ടതും ആരിനൊന്ന് നോക്കി. അപ്പൊ നീ ആ കാര്യങ്ങളും പഠിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്ര ചിരിക്കുവാണ്. പിന്നീട് മിത്ര പറഞ്ഞു, ഓ, എന്താണെങ്കിലും അപ്പച്ചിക്ക് വരാൻ തോന്നിയത് നല്ല കാര്യമാന്ന് പറയാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരുമിച്ച് കിടക്കാൻ പറ്റിയത്. ഒന്ന് ചിലക്കാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുന്നുണ്ടോ എന്നാ മിത്രയോട് ദേഷ്യപ്പെടുകയാണ് ആര്യൻ. പിന്നീട് ഓരന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് മിത്ര പോയി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കണം. എന്നാലും മിത്രയുടെ ഉള്ളിലൊരു സന്തോഷം. ഒന്ന് അടുത്ത് കിടക്കാൻ പറ്റിയില്ലോ, ഒന്ന് മുട്ടുമുട്ടി കിടക്കാൻ പറ്റിയില്ലോ, ആ ഒരു സന്തോഷം. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇന്ന് വരെ രണ്ടുപേരും രണ്ടിടത്താണ് കിടന്നിട്ടുള്ളത്. ആ സമയം കൃഷ്ണമംഗലത്ത് ഭയങ്കര ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഹാളിൽ കൂടിയിട്ടുണ്ട്. ചർച്ചാ വിഷയം മറ്റൊന്നും ആയിരുന്നില്ല. മിഥുനെ കമ്പനിയിലേക്ക് കൊണ്ടിരുന്ന കൊണ്ടിരുന്നായിരുന്നു വിഷയം. പിന്നീട് അലോക് പറഞ്ഞു, അതെ ഇപ്പോഴാണെങ്കിലും ഇതിന് നമ്മുടെ കമ്പനിയിൽ ചേരാനായിട്ട് താല്പര്യനായിട്ടാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അതെ അവൻ നമ്മുടെ കമ്പനിയിലേക്ക് വരുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് നല്ല ഗുണം ഉണ്ടാവുമെന്ന് പറയാണ്. അല്ല, വെല്ലിച്ചിന്റെ അഭിപ്രായം എന്താ? വെല്ലിച്ചിനൊന്നും പറഞ്ഞില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അനന്തം പറഞ്ഞു, ഞാനിപ്പോ എന്ത് പറയാനാ അലോകെ? പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അച്യുതൻ പറഞ്ഞു, അല്ല എന്തേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ നമുക്ക് കമ്പനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരുവാണെങ്കിൽ അയാളുടെ ഷെയർ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ കടവും കൊണ്ട് വീട്ടാൻ മേലെ അടച്ചു തീർക്കാൻ മേലെ. പിന്നെന്താ കുഴപ്പം? ഇത് കേട്ടതും അനന്തം പറഞ്ഞു, അത്ര വലിയ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കടം നമുക്ക് നാളെ പണം ഉണ്ടാകുമ്പോൾ തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിലോ, പിന്നെ അയാളുടെ സ്വഭാവം എന്താ എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ കമ്പനി നമ്മുടെ പല അഭിപ്രായങ്ങളും ഒരുമിച്ച് ചേർന്ന് എടുക്കുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ വിപരീത അഭിപ്രായമാണെങ്കിൽ അതോടുകൂടി കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകത്തില്ലേ? നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. കാരണം കമ്പനിയുടെ ഷെയർ ആണ് നമുക്കായി കൊടുക്കേണ്ടത്. അപ്പൊ അതൊക്കെ ആലോചിച്ച് വേണമെന്ന് പറയണം. ഇത് കേട്ടതും
മുത്തശ്ശി ഒന്നും മിണ്ടായിരിക്കണം. മുത്തശ്ശിയോട് അച്ഛനും ചോദിച്ചു, അല്ല അമ്മയ്ക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കോ. ഓ, ഞാൻ എന്തോന്ന് പറയാനാ, അതെ, ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്റെ രണ്ട് ആൺമക്കൾക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും രാജശ്രീ പറഞ്ഞു, പിന്നെ അല്ലാത്ത കാര്യങ്ങളെല്ലാം അമ്മ ഇടപെടുന്ന, പിന്നെ ഈ കാര്യത്തിൽ എന്താ അമ്മ? കൊള്ളാം, അമ്മയുടെ അടവുനയം കണ്ടോ എന്നൊക്കെ നന്ദിയിരുന്ന് പറയണം. ഈ സമയം അലോക് പറഞ്ഞു, ഇനി അധികം ദിവസങ്ങളില്ല, ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതിന്റെ പാട് നോക്കിപ്പോ, അതുകൊണ്ട് വിളിച്ചൊരു തീരുമാനം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയണം. അവസാനം അനന്തം പറഞ്ഞു, ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു 8 ദിവസം കഴിയുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാം അല്ലേന്ന് ചോദിക്കുക. അന്നത്തെ ഒരു തീരുമാനം കിട്ടുമല്ലോ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും അനന്തൻ അച്യുതനെ നോക്കുവാണ്. പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. ആ സമയം കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിക്ക്. ശ്രീദേവിയുടെ മനസ്സിലേക്ക് ആനന്ദിനെ കുറിച്ചുള്ള ചിന്തകൾ വരുക. പാവം, അതിന് എന്തിനാ ഇങ്ങനെയിട്ട് പറ്റിക്കുന്നേ? ഒരു പക്ഷെ നാളെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വിഷമോ. ശരിക്കും ഒരു പാവത്താനാ. അത്രയും പാവത്താനായ ഒരു മനുഷ്യനെ താൻ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. സത്യങ്ങളൊക്കെ തുറന്നു പറയാം. തുറന്നു പറഞ്ഞതിന് ശേഷം ആനന്ദേന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യട്ടെ. അല്ലാതെ ഒരിക്കലും ആ വീട്ടിലേക്ക് താൻ വലതുകാലം വെച്ച് കയറിയാൽ ശരിയാവത്തില്ല എന്ന് കരുതിയിട്ട് ശ്രീദേവി പതുക്കെ കോൾ എടുക്കുകയാണ്. ഫോൺ എടുത്തോണ്ട് അങ്ങനെ റൂമിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം ശ്രീവിദ്യ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി വന്നിട്ട് ആനന്ദിനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതി ആനന്ദിന്റെ നമ്പർ ഡയൽ ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ആനന്ദ് കോള് ചാടിയെടുത്തു. അല്ല, ആനന്ദേണ്ണ ഉറങ്ങിയായിരുന്നു ചോദിക്കുക. ഇല്ല, ഞാൻ ഉറങ്ങിയില്ലായിരുന്നു പറയാണ്. ശ്രീദേവി കിടന്നായിരുന്നോ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ടാന്ന് പറയാണ്. ഞാൻ ആനന്ദേണ്ണെ വിളിച്ച. പറ ശ്രീദേവി, എന്താ കാര്യം എന്താ? അല്ല, ഞാൻ വെറുതെ വിളിച്ച ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, ശ്രീദേവി പറഞ്ഞു, എനിക്ക് ഈ സമയത്ത് അങ്ങനെ ഉറങ്ങുന്ന ശീലമല്ല, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ ഉറങ്ങാറുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു, അല്ല കല്യാണമൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ, അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് പറയണമല്ലോ. നമ്മുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറയുമെന്നല്ലേ പറയണേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വേദനകളൊക്കെ ആരും പറയണല്ലോ, അപ്പൊ എന്റെ വേദനകളും പറയണല്ലോ, അതൊക്കെ ഓർത്തിട്ടാന്ന് പറയാണ്. ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞു, അതെ ശ്രീദേവി ഒന്നും വിചാരിക്കില്ല കേട്ടോ. എന്താ? എനിക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അങ്ങനെ ഇപ്പൊ എന്റെ വിഷമങ്ങളും വേദനകളും പറയാനായിട്ട് എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പുറത്ത് പോയാലും എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല. ജോലിക്ക് പോകുന്നു, തിരികെ വീട്ടിൽ വരുന്നു, അതിനേക്കപ്പുറത്ത് എനിക്ക് ആരുമായിട്ടൊരു കണക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറയാം. ശ്രീദേവി പറഞ്ഞു, അതല്ല ആനന്ദേട്ടാ ഞാൻ ഉദ്ദേശിച്ചേ, ഒരു പക്ഷേ കല്യാണമൊക്കെ ആണല്ലോ, കല്യാണം ചിലപ്പോൾ മുടങ്ങാം. നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് എത്ര കല്യാണങ്ങൾ മുടങ്ങുന്നു, ചിലപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണങ്ങൾ മുടങ്ങുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. ഞാൻ അതൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വന്നു നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും വേണ്ടേ? എന്തുകൊണ്ട് അത് മുടങ്ങിയെന്ന് പറയാനായിട്ട്, നമ്മുടെ മനസ്സിലെ വെപ്രാങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാനായിട്ട്. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, ദേവി എന്താ പറഞ്ഞേ? കല്യാണം മുടങ്ങുന്നോ? ദേവിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഇത് ദേവി വെറുതെ ആണ് പോലെ ഇങ്ങനെ പറയില്ലെന്ന് പറയാണ്. ആനന്ദേട്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഓഹോ, അപ്പൊ ദേവി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കല്യാണം മുടങ്ങണം എന്നാണ് ദേവിയുടെ ആഗ്രഹം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഈ കല്യാണം മുടങ്ങിയാൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. ഈ ആനന്ദ പറയണേ, എനിക്ക് ദേവി ഇല്ലാതെ ഇനി ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദേവിയെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയെന്ന് പറയണം. ശ്രീദേവിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു. ഇങ്ങനെ പറയുന്ന മനുഷ്യനോട് എന്ത് പറയാനായിട്ടാ? കല്യാണം മുടങ്ങി പോകുന്നു മാത്രം പറയരുത്. അങ്ങനെ മുടങ്ങി പോവാണ് പിന്നെ ഈ ആനന്ദില്ലെന്ന് കൂട്ടിയാൽ മതി. തീടൻ ദേവി പറഞ്ഞു, ഇങ്ങനൊന്നും പറയില്ല ആനന്ദേട്ടാ, പിന്നെ ദേവി തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. അവസാനം ശ്രീദേവി പറഞ്ഞു, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആനന്ദിന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായത്. ആനന്ദ് പതുക്കെ ഒന്ന് പുഞ്ചിരി നോക്കി, ശരി അന്ന് ഞാൻ വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്തപ്പോ ശ്രീദേവിക്ക് ആപ്പാ ടെൻഷൻ. പറയാൻ വന്ന കാര്യം ഒന്നും പറഞ്ഞുമില്ല. എങ്ങനെ ഇനി അതിനോട് പറയും? അത്രയ്ക്ക് സ്നേഹമാണ് തന്നെ. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും മാനസികാവസ്ഥ? അത് ചിന്തിക്കാൻ പോകുന്നതിൽ അപ്പുറമായിരുന്നു ശ്രീദേവിക്ക്. ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി പിന്നീട് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞ് പതിവ് പോലെ ബാലൻ കടയിൽ പോയിട്ട് വരുവാണ്. അപ്പൊ എന്ന് രാവിലെ വരുമ്പോൾ വട മേടിച്ചോണ്ട് വരുന്ന. അന്ന് രാവിലെ നടക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും ഗോമതിന്ന് വിളിച്ചോണ്ടാ വരുന്നേ. ഗോമതി വീട്ടിലില്ല എന്നുള്ള കാര്യം പോലും മറന്നുപോയി. അപ്പോഴേക്കും മീനാക്ഷിയും അനുസരയും കൂടെ വരുവാണ്. പിന്നീട് അനുസരയുടെ കടയിലേക്ക് ആ കവറും കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞതേ, ഇന്ന് കൂടുതലായിട്ട് പഴംപൊരിയും കൂടെ മേടിച്ചു. ആ ബാബു ചേട്ടൻ കുറച്ച് പഴംപൊരിയും കൂടെ ഇന്ന് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൂട്ടും കൂടെ കുറച്ച് മേടിച്ചോണ്ട് വന്നേ. വടയും പഴംപൊരിയും ഉണ്ട്. ഒരു കാര്യം ചെയ്യാ, നീ പോയി അമ്മയുടെ കയ്യിലേക്ക് ഇത് കൊണ്ടേ കൊടുത്തിട്ടേ ഒരു ചൂട് ചായ അമ്മയോട് എടുക്കാൻ പറയുവാണ്. ഇത് കേട്ടത് രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. അല്ല, എന്താ നിങ്ങൾ രണ്ടുപേരും നോക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയാണ്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, എന്താ ഇനിയിപ്പോ പഴംപൊരി മേടിച്ച് ഗോമതിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടാണോ? അങ്ങനെ ചിന്തിക്കുമൊന്നും വേണ്ട, അവൾക്ക് ഭയങ്കര ഇഷ്ടമാ പഴംപൊരി, ഇഷ്ടമെന്ന് പറയാണ്. അല്ല അച്ഛാ, അത് പിന്നെ കാര്യം എന്താ, അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണോ?
പെട്ടെന്നാണ് ബാലിന് ആ കാര്യം ഓർമ്മ വന്നേ. ഏ, ഇന്നലെ പിണങ്ങി പോയതാണല്ലോ അവള്, ഇവിടെ ഇല്ലല്ലോ എന്നുള്ള സത്യം അപ്പോഴാണ് ബാലിന്റെ മനസ്സിലേക്ക് വരുന്നത്. ബാലിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലൻ അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തില്ല. ഒരു ശീലമായി പോയില്ലേ, ഇനി പഴയ പല ശീലങ്ങളും നമ്മൾ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങളിത് കഴിച്ചോ. മോളെ മീനാക്ഷി, നീ അടുക്കള പോയി നല്ലൊരു ചായ അച്ഛനും കൊണ്ട് എടുത്തോണ്ട് വരാൻ പറയണം. ഇത് കേട്ടത് മീനാക്ഷി ഇങ്ങനോട് നിന്നു. പിന്നീട് ആലോചിച്ചു, ഇന്നലെ ധർമ്മമാവൻ പറഞ്ഞ കാര്യങ്ങള് നമുക്ക് ഏട്ടത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്യണം. ദേ, അളിയനെ ഇനി നമ്മൾ നമ്മുടെ പരിധിയിലാക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അളിയൻ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യിക്കാനായിട്ട് ഏക മാർഗം എന്ന് പറഞ്ഞാൽ അളിയൻ അളിയതേതായ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. അളിയന് കാര്യങ്ങൾ ഇത്രയും കാലം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടത്തെയായിരുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊന്നും ചെയ്തു കൊടുക്കരുത്. അവസാനം വന്നു കഴിയുമ്പോഴത്തേനും ഗോമതി ഇല്ലാതെ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് അളിയൻ തന്നെ പോയി വിളിച്ചോണ്ട് വന്നോളും എന്നൊക്കെ പറയുവാണ്. അത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. എന്താ മോളെ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, പോയി ചായ എടുത്തോണ്ട് വരാൻ പറയണം. അല്ല അത് പിന്നെ അച്ഛാന്ന് പറഞ്ഞ് മീനാക്ഷി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.